തപകേശ്വർ മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രവും രഹസ്യവും. തപകേശ്വർ മഹാദേവിന്റെ പുരാതന ചരിത്രം. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് തപകേശ്വർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ചരിത്രം മഹാഭാരത കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവലിംഗത്തിന് മുകളിൽ ഒരു പാറയിൽ നിന്ന് തുള്ളി വെള്ളം ഒഴുകുന്നത് കാരണം ഇത് പ്രശസ്തമാണ്. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. തപകേശ്വര എന്ന പേരിന്റെ ഉത്ഭവം. തപകേശ്വര മഹാദേവ് എന്ന പേര് വന്നത് തപക് എന്ന വാക്കിൽ നിന്നാണ്, അത്തായത്ത് തുള്ളികൾ വീഴുക. ഈ ഗുഹാക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ ജലത്തുള്ളികൾ തുടർച്ചയായി പതിക്കുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഈ പ്രകൃതി പ്രതിഭാസം ഈ സ്ഥലത്തെ സവിശേഷവും നിഗൂഢവുമാക്കി. മിത്തോളജി. തപകേശ്വര ക്ഷേത്രത്തിന്റെ പേരിനു പിന്നിൽ ഒരു പുരാതന ഐതിഹ്യമുണ്ട്. മഹാഭാരത കാലത്തെ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായ ദ്രോണാചാര്യൻ ഈ ഗുഹയിലാണ് താമസിച്ചിരുന്നത്. മകൻ അശ്വത്ഥാമാവ് ജനിച്ചത് ഇവിടെയാണ്. പക്ഷേ അമ്മയ്ക്ക് മുലയൂട്ടാൻ കഴിഞ്ഞില്ല. തുടർന്ന് അദ്ദേഹം ശിവനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ശിവൻ പശുവിന്റെ അകിടുകൾ ഗുഹയുടെ മേൽക്കൂരയിൽ വച്ചു. പാൽ ഒഴുകാൻ തുടങ്ങി. ഈ സംഭവത്തെ തുടർന്ന് ശിവന് ദുധേശ്വർ എന്ന പേരിട്ടു. എന്നാൽ കലിയുഗിൽ ഈ അരുവി വെള്ളമായി മാറുകയും ക്ഷേത്രത്തിന്റെ പേര് തപകേശ്വര എന്നായി മാറുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ പ്രാധാന്യം. തപകേശ്വർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവൻ 2 ശിവലിംഗങ്ങളുടെ രൂപത്തിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഈ ശിവലിംഗങ്ങൾ 5151 രുദ്രാക്ഷങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിന് സമീപം മാ സന്തോഷിയുടെ ഒരു ഗുഹയും മനോഹരമായ നിരവധി വെള്ളച്ചാട്ടങ്ങളും ഉണ്ട്. ദ്വാപരയുഗത്തിൽ തംസ നദി എന്നറിയപ്പെട്ടിരുന്ന ടൺസ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും സാവൺ മാസത്തിൽ ഇവിടെ ഒരു മേള നടക്കുന്നു. ധാരാളം ഭക്തർ ക്ഷേത്രം സന്ദർശിക്കാൻ എത്തുന്നു. ഗുരു ദ്രോണാചാര്യരുടെ തപസ്സ്. ഗുരു ദ്രോണാചാര്യൻ ഈ ഗുഹയിൽ ശിവന് വേണ്ടി തപസ്സു ചെയ്തിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. 12 വർഷത്തെ തപസ്സിനു ശേഷം ശിവൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ശിവനെ ഇവിടെ ലിംഗരൂപത്തിൽ പ്രതിഷ്ഠിച്ചു. ജനകീയ വിശ്വാസമനുസരിച്ച് ശിവൻ ഗുരു ദ്രോണാചാര്യർക്ക് ആയുധങ്ങളും അമ്പെയ്ത്തും നൽകിയത് ഇവിടെയാണ്. ഈ സംഭവം മഹാഭാരതത്തിലും പരാമർശിക്കുന്നുണ്ട്. ക്ഷേത്രസ്ഥാനവും പ്രവേശനക്ഷമതയും. ഡെറാഡൂൺ നഗരത്തിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള ഗാർഹി കാൻഡിലാണ് തപകേശ്വർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെത്താൻ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഡെറാഡൂണിലാണ്. സാവൺ മാസത്തിൽ ഇവിടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തർ തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി വെള്ളം സമർപ്പിക്കുന്നു. വാസ്തുവിദ്യ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ കലയുടെ മനോഹരമായ സംയോജനമാണ് തപകേശ്വര ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ. 2 കുന്നുകൾക്കിടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പ്രധാന ശ്രീകോവിൽ ഒരു ഗുഹയ്ക്കുള്ളിലാണ്. ഗുഹയുടെ വാസ്തുവിദ്യ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചയാണ് അവതരിപ്പിക്കുന്നത്. ക്ഷേത്ര കവാടം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് രാത്രി 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെയും തുറന്നിരിക്കും. ഉത്തരാഖണ്ഡിലെ ഈ പുണ്യസ്ഥലം സന്ദർശിക്കുന്നതിലൂടെ ഭക്തർക്ക് തപകേശ്വരന്റെ മഹത്വം അനുഭവിക്കാനും ഇവിടത്തെ തപസ്സിന്റെയും ഭക്തിയുടെയും കഥ കേൾക്കാനും കഴിയും.